എൻ്റെ സഹോദരിമാരോട് ഞാൻ പറയട്ടെ, നല്ല സഹോദരിമാർക്ക് നല്ല ഇണകൾക്കുണ്ടായിത്തീരേണ്ട എല്ലാ ലക്ഷണങ്ങളും നിങ്ങളിൽ ഉണ്ടായിത്തീരണം. പരിശുദ്ധ ഖുർആൻ വിശദമായത് പറഞ്ഞിട്ടുണ്ട്. നല്ല ഇണകൾക്കുണ്ടായിത്തീരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം ഫസ്വാലിഹാതു ഖാനിതാതുൻ ഹാഫിളാതുൽ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. നല്ല സ്ത്രീകൾ എന്ന് പറയുന്നത് ഖാനിതാതുൻ അനുസരണശീലമുള്ളവരാണ്. അനുസരണം രണ്ട് രൂപത്തിലാണ്. അള്ളാഹുവിനും അള്ളാഹുവിന്റെ റസൂലിനും വഴിപ്പെടണം. അവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേൾക്കണം. അവര് പറഞ്ഞ ഉപദേശ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കണം. ഖായിമാത്തുൻ ബിഹുഖൂഖിൽ അസ്വാജ്, സ്വന്തം ഇണകളുടെ താല്പര്യങ്ങളും കാര്യങ്ങളും അത് നിറവേറ്റി കൊടുക്കണം, നിർവഹിച്ചു കൊടുക്കണം. മുത്തിയാത്തുൽ ലിൽ അസ്വാജ്, ഇണകൾക്ക് അനുസരിക്കുന്നവരാകണം. പഴയകാലത്തിലുള്ള അനുസരണം കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ അനുസരിച്ചത് നോക്ക് നിങ്ങൾ. ജീവിതത്തിൽ ഒരിക്കൽ മാത്രമാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും മറ്റു സഹോദരിമാരും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ ഒരു ആവശ്യം വെച്ചു. സാധാരണ സ്ത്രീകളൊക്കെ വെക്കുന്ന രൂപത്തിലുള്ള ഒരു ആവശ്യം മുന്നിൽ വെച്ചതാണ്. അത് കേടായ സംഗതിയൊന്നുമല്ല, അവർ അഭിപ്രായം പറഞ്ഞതാണ്. എന്താ അഭിപ്രായം? നമ്മളെ ഈ വീടുകളിൽ, ഈ 9 വീടുകളിലും, 9 വീട് എന്ന് പറഞ്ഞാൽ 9 മുറികൾ എന്ന് പറയാം. നമ്മളെ ഈ റൂമുകളുടെ കണക്കിനനുസരിച്ചുള്ള 10-10 9-6. അതിന്റെ മുഴുവൻ നീളമൊക്കെ ഉണ്ട്. ഹദീസിലും ചരിത്രത്തിലൊക്കെ വെറുതെ പറഞ്ഞതല്ല. 6 മുഴം വീതിയും 9 മുഴം നീളവും, അതാ കാര്യമായിട്ടുള്ളത്. അങ്ങനെയുള്ള ഓരോ മുറികൾ ഇങ്ങനെ കൂട്ടിക്കോളൂ മസ്ജിദ് നബിയുടെ പരിസരത്ത്. ആ മുറികളിൽ താമസിക്കുന്ന ആ ഇണകൾ അവര് ഒരു അപേക്ഷയുമായി മുന്നോട്ട് വന്നു. അവരാദ്യം കൂടി ഒരു ചർച്ച ചെയ്തു. നമ്മുടെ ഭക്ഷണത്തിലും സൗകര്യത്തിലൊക്കെ കുറച്ചുകൂടി ഒന്ന് വിശാലത ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് പറയണം. അതാരാ പറയണം എന്നുള്ളിടത്ത് എല്ലാവരും തീരുമാനത്തിലെത്തിയപ്പോൾ ഒരാൾ പറഞ്ഞു, നമുക്ക് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ ഏൽപ്പിക്കാം. കാരണം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും ഇഷ്ടപ്പെട്ട മകളാണ്. മഹദി വന്ന് പറഞ്ഞാൽ തങ്ങൾ തിരസ്കരിക്കൂല, കാര്യം സ്വീകരിക്കും. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് ഈ വിഷയം പറയാൻ പറഞ്ഞപ്പോൾ മഹദി പറഞ്ഞു, അത് നിങ്ങളെ ബാധിക്കുന്നൊരു വിഷയമായതുകൊണ്ട് നിങ്ങൾ തന്നെ പറയാ നല്ലത്. ഞാനിപ്പോൾ ഇത് പറയാൻ ഒരുങ്ങുന്നില്ല. ഉമ്മമാരോട് പറഞ്ഞു നിങ്ങൾ തന്നെ പറഞ്ഞോളൂ എന്ന്. പിന്നെ ആര് പറയും? പിന്നെ അവരെ കൂട്ടത്തിൽ 2-3 ആളുകളെ തെരഞ്ഞെടുത്തു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും ഉമ്മു സലമ റളിയല്ലാഹു അൻഹയും അടങ്ങുന്ന 2-3 ആളുകളെ. അവർ വന്നിട്ട് ഈ അഭിപ്രായം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചുകൂടി ഒരു വിശാലത വേണം, കുറച്ചുകൂടി ഒരു സൗകര്യങ്ങൾ, സംവിധാനങ്ങൾ വേണം. ഉമ്മമാരെ അനുസരണത്തിന്റെ ഒരു സൗന്ദര്യവും അതിന്റെ അങ്ങേയറ്റത്തെ തലവും ചിന്തിക്കാനാണ് ഞാനിത് പറയുന്നത്. ചെറിയ സൗകര്യം കുറയുമ്പോഴേക്ക് ജീവിതം മടുത്തു, ഇങ്ങനൊന്നും ജീവിക്കണ്ടില്ലായിരുന്നു എന്നും തോന്നിപ്പോകരുത്. നമ്മൾ നല്ലോണം ആലോചിക്കണം. നമുക്ക് അല്ലാഹു തആല ഖൈറായ നിലക്കുള്ള ഒരു ജീവിതം തന്നത്, ആ ഖൈറായ നിലക്ക് തന്നെ ജീവിതം അങ്ങനെ തുടർന്നു കൊണ്ടുപോകാൻ ക്ഷമയും സഹനവും സഹകരണവും അനിവാര്യമാണ്, എപ്പോഴും അനിവാര്യമാണ്. പുരുഷന്മാരെ പോലെയുള്ള എല്ലാ നിലവാരങ്ങളും സ്ത്രീകൾക്ക് കിട്ടണം എന്നൊരു സ്ത്രീയും ആഗ്രഹിക്കരുത്. അത് നടക്കാത്ത വിഷയമാണ്. വലിർരിജാലി അലൈഹിന്ന ദറജ, പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാളും ഗ്രേഡ് കൂടുതലുണ്ട്. എന്റെ വക തുന്നിച്ചേർത്ത വചനമല്ല, അള്ളാഹുവിന്റെ കലാമാണ്, ഖുർആനാണ്. എങ്ങനെയും അങ്ങനെ ഒരു തസ്തിക അള്ളാഹു നൽകിയിട്ടുണ്ട്. അത് ഈക്വലാകണമെന്ന് ലോകത്ത് ആര് തീരുമാനിച്ചാലും ഈക്വലാകൂല. അങ്ങനെ ഒരു ഭരണഘടന പ്രഖ്യാപിച്ചു നോട്ടിക്കോളൂ, സംഗതി നടപ്പിലാകുന്നില്ല. അതൊരു കടലാസിന് അങ്ങനെ പല പ്രഖ്യാപനങ്ങളും വരില്ല. അങ്ങനെ കൂട്ടിയാൽ മതി. അല്ലാഹു തആല എങ്ങനെയാണ് സൃഷ്ടിക്കാൻ തീരുമാനിച്ചത്, പിന്നെ അങ്ങനെ എന്താ ചെയ്യുക? ഇപ്പൊ കണ്ടില്ല നിങ്ങൾ കുറെ ആൾക്കാർ ആണ് പെണ്ണാകണമെന്നും പെണ്ണ് ആണാകണം എന്നുള്ള നിശ്ചയത്തിൽ നടക്കുന്നത്. അങ്ങനെ കണ്ടില്ലേ കുറെ ആൾക്കാർക്ക് ആഗ്രഹം, വല്ലാത്ത ആഗ്രഹമാണല്ലോ. ആ ആഗ്രഹം നേടിയ ഒരാൾക്കൊരു കുഞ്ഞു ജനിച്ചപ്പോൾ ആകെ കുടുങ്ങിപ്പോയി. കുപ്പിപ്പാലല്ലാതെ വേറൊന്നും പിന്നെ പറ്റൂല. എന്ത് ചെയ്യാനാണ്? അള്ളാഹു ആ കൊടുത്തത് അങ്ങനെ സ്വീകരിച്ചിരുന്നെങ്കിൽ ഈ കുപ്പിപ്പാലിലേക്ക് ഓടേണ്ടിയിരുന്ന. 2 സ്തനഭാഗങ്ങളും കട്ട് ചെയ്ത സഹോദരങ്ങളെ പിന്നെ എവിടുന്ന് പാൽ കൊടുക്കും? ആണിനാണ് കുഞ്ഞുണ്ടായത് എന്ന് ഒരാൾ പത്രത്തിൽ എഴുതിയോണ്ട് ആണിന് കുഞ്ഞുണ്ടായത് വിശ്വസിക്കാൻ കഴിയുമോ? അത് നമ്മളെ പീടികയിലൊക്കെ ഏതെങ്കിലും ഒരാൾ പഞ്ചാരയുടെ പുറത്ത് ഉപ്പ് എന്ന്, ഉപ്പിന്റെ പുറത്ത് പഞ്ചസാര എന്ന് എഴുതി വെക്കുമ്പോഴേ ഉണ്ടാവുള്ളൂ. പഞ്ചസാരയുടെ പുറത്ത് ഉപ്പ് എന്ന് എഴുതി വെച്ചുകൊണ്ട് ഉറുമ്പ് വരാതിരിക്കൂല, ഉറുമ്പ് വരേണ്ട രൂപത്തിൽ വരും.
അതേ രൂപത്തിൽ ഇതിന് ആണെന്ന് പേരിട്ട് എഴുതിയിട്ടത് പ്രസവിക്കാതിരിക്കുമല്ലോ. പെണ്ണാണോ അതിന് അല്ലാഹു തആല നൽകി ആ കഴിവുണ്ടാകും, അതിന് ജന്മം നൽകാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് ആണ് പ്രസവിച്ചു എന്ന് ആരും വിശ്വസിക്കൂല. അതുകൊണ്ട് അത് ആളുകളെ കബളിപ്പിക്കുന്ന വർത്തമാനമേ ഉള്ളൂ. കാര്യം അതുകൊണ്ട് സാധിക്കൂല, ബുദ്ധിമുട്ടുകളെ ഉണ്ടാവുകയുള്ളൂ. റബ്ബു തആല മനുഷ്യന്റെ ജീവിതത്തിനൊരു പ്രകൃതി വെച്ചിട്ടുണ്ട്. ആ പ്രകൃതിയിലാണ് മനുഷ്യൻ മുന്നോട്ട് പോകേണ്ടത്. അങ്ങനെയാണ് അതിന്റെ സൃഷ്ടിപ്പും സംവിധാനവും ഒക്കെ. അത് പുരുഷന്മാർക്കില്ലാത്ത ഒരുപാട് മഹത്വങ്ങൾ, എണ്ണിയാൽ തീരാത്ത അത്രയും മഹത്വങ്ങൾ സഹോദരിമാർക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. അതിലേറ്റവും നമ്മൾ കണ്ടനുഭവിക്കുന്ന ഒന്നാണ് പരിചരണത്തിനുള്ള കഴിവ്. അതാർക്കാ ഉള്ളത്? അത് സ്ത്രീകൾക്ക് സ്വന്തമാണ്. പരിചരിക്കാനുള്ള കഴിവ് ആണിനുണ്ടാ. നമ്മുടെ സ്വന്തം ഇണ ഒന്ന് രോഗമായിട്ട് കിടന്നാൽ ഒരു ദിവസം 2 ദിവസം ഭക്ഷണം ഉണ്ടാക്കിയാൽ നമുക്കതിൻ്റെ മഹത്വം തിരിയും. നമ്മുടെ സ്വന്തം ഇണ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് ഒരു കുറ്റവും നമ്മുടെ മക്കൾ പറയൂല. ആ സ്ഥാനത്ത് അവർ ചെറിയ റെസ്റ്റിൽ നിന്നപ്പോൾ നമ്മളാണ് ഭക്ഷണം ഉണ്ടാക്കിയതെങ്കിൽ 2ാം ക്ലാസ്സിലെ കുട്ടി പറയാണ്, ഉമ്മ ഉണ്ടാക്കണേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഉപ്പ ഉണ്ടാക്കിയപ്പോൾ ഇതിന് എരു കൂടുതലാണ്, പുളി കുറവാണ്, മറ്റേ. അപ്പോഴേക്കെ നമ്മൾ മനസ്സുകൊണ്ട് തീർക്കും, പഠിച്ചവനെ പെട്ടെന്ന് അസുഖം മാറ്റി കൊടുക്കുക അല്ലാ. കാരണം അടുത്ത ഭക്ഷണത്തിന്റെ സമയമാകുമ്പോഴേക്ക് ഇതിലപ്പുറം കേട്ടാൽ പിന്നെയും സങ്കടാവൂലേ? ഒരിക്കൽ പോലും നമ്മുടെ സഹോദരിമാരുണ്ടാക്കിയൊരു ഭക്ഷണത്തെ പറ്റി അങ്ങനത്തെ ഒരു അഭിപ്രായം നോക്ക് നിങ്ങൾ. അത് വരില്ല. അതിനൊരു പ്രത്യേക കഴിവ് അല്ലാഹു തആല സ്ത്രീ സമൂഹത്തിന് നൽകിയിട്ടുണ്ട്. പരിചരണം അങ്ങനെയല്ലേ? എത്ര രോഷം കൊള്ളുന്ന ആളെയും ഇഞ്ചക്ഷൻ ചെയ്യാനുള്ള കഴിവാർക്കാ ഉള്ളത്? നെയ്സിനില്ലേ? നെയ്സ് ഇങ്ങനെ കുടുംബത്തിലെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് എപ്പോഴാണ് ഇഞ്ചക്ഷൻ ചെയ്തതെന്ന് കടലാൾ പോലും അറിഞ്ഞിട്ടുണ്ടാകൂല. ചിലപ്പോൾ ഇഞ്ചക്ഷൻ ഒന്നും ആകൂല, 2, 3 ഒക്കെ അടിച്ചിട്ടുണ്ടാവും. ഇയാൾ തൊടിക്കരുത്, എൻ്റെ ശരീരത്തിൽ ഒരിക്കലും സിറിഞ്ച് വെക്കരുത്, അങ്ങനെ വളരെ രൂക്ഷമായിട്ടാണ് മൂപ്പര് പ്രതികരിക്കുന്നത്. അവിടെ ഒരാണാണ് സൂചി കുത്താൻ വന്നെങ്കിൽ എങ്ങനെ ഉണ്ടാവും സഹോദരങ്ങളെ? ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ഒരാണാണ് ഒരു സൂചിയായിട്ട് വന്നത്, ഒരു സിറിഞ്ചായിട്ട് വന്നതെങ്കിൽ എന്നാ സൂചി വേണ്ടേ, എന്നാ പിന്നെ നിങ്ങൾ അങ്ങനെ കിടന്നോളി, ഇറങ്ങുവോ? അതേ സമയത്ത് ആ നൈസായി വന്ന സഹോദരി 1 മിനിറ്റ് കൊണ്ട് ഇങ്ങനെ സംസാരത്തിന്റെ ഇടയിലൂടെ ഇഞ്ചക്ഷൻ ചെയ്ത് കഴിഞ്ഞു. ഇല്ലല്ല, ഇഞ്ചക്ഷൻ നിങ്ങളെ ഒന്ന് സന്ദർശിക്കാൻ വേണ്ടി വന്നതല്ലേ, പണി കഴിഞ്ഞു. പക്ഷെ ആ ഇഞ്ചക്ഷൻ ചെയ്തത് എപ്പോഴാണെന്ന് കിടക്കുന്നത് ഒരിക്കൽ പോലും അറിയുന്നില്ല. അതിനൊരു പ്രത്യേക കഴിവ് സഹോദരിമാർക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. അത് ചെറിയ കഴിവൊന്നുമല്ല. നിങ്ങൾ വിചാരിച്ച ഹോസ്പിറ്റലിലൊന്നും ആണുങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ടാണ് നഴ്സുമാരെ നിർത്തിയെന്ന്. ആ വേലക്ക് പക്വതയുള്ള ഒരവസ്ഥ അല്ലാഹു അവർക്ക് നൽകിയിട്ടുണ്ട്. അതിനാണ് അത് ശുശ്രൂഷത്തിനുള്ള കഴിവ്, പരിചരണത്തിനുള്ള കഴിവ് സഹോദരിമാർക്ക് നൽകിയത്. കുട്ടികളെ നോക്കാൻ ആണിന് കഴിയോ? ഇല്ല, എല്ലാ അർത്ഥത്തിലും കഴിയൂല. ഭാഗികമായിട്ടൊരു കഴിവേ ഉള്ളൂ. അപ്പോ ശ്രേഷ്ഠത നോക്കുമ്പോ പല രൂപത്തിലും ശ്രേഷ്ഠത അല്ലാഹു തആല 2 വിഭാഗത്തിനും വെച്ചിട്ടുണ്ട്. അനുസരണം, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ അനുസരണം എത്ര ഭയങ്കരമാണ്! ചെറിയ അനുസരണമല്ല, വലിയ അനുസരണമാണ്. അവര് വന്നു പറഞ്ഞു, ജീവിതത്തിൽ കുറച്ചുകൂടി സൗകര്യങ്ങളും സംവിധാനങ്ങളും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 9 മഹദിമാരോടും പറഞ്ഞു, നിങ്ങൾ 1 മാസം ഒറ്റക്ക് കഴിയണം, വീടുകളിലേക്ക് പോകണം, വീടുള്ളവർ കുടുംബത്തിലേക്ക് പോകണം. ഞാനൊന്ന് ആലോചിച്ച് തീരുമാനമെടുത്തിട്ട് കാര്യങ്ങൾ പറയാം. 1 മാസം നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വരുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തമായൊരു തീരുമാനം തങ്ങൾ പുറപ്പെടുവിക്കുകയില്ല. ഞാനൊരു തീരുമാനം നിങ്ങളോട് പറയും 1 മാസമാകുമ്പോൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു. 1 മാസം കഴിഞ്ഞപ്പോൾ, 1 മാസം കൃത്യമായപ്പോൾ തങ്ങൾ വന്ന് തീരുമാനം പറഞ്ഞു. എന്താണ് ആ തീരുമാനം? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്തു നിന്നുള്ള തീരുമാനമാണ്. യാ അയ്യുഹൻ നബിയു ഖുൽ ലി അസ്വാജിക ഇൻ കുൻതുന്ന തുരിദിനൽ ഹയാത്തദ് ദുനിയാ വസീനതഹാ ഫതആലൈന ഉമത്തിഉകുന്ന വഉസർരിഹുകുന്ന സറാഹൻ ജമീലാ. ഓ നബിയെ, തങ്ങൾ ഇണകളോട് പറഞ്ഞേക്കണം, അല്ലാഹു പറയാൻ വേണ്ടി കൽപ്പിച്ചതാണ്. ഇൻ കുൻതുന്ന തുരിദിനൽ ഹയാത്തദ് ദുനിയാ, ഭൗതിക ജീവിതവും അതിന്റെ അലങ്കാരവും നിങ്ങൾക്ക് ലക്ഷ്യമാണെങ്കിൽ, അങ്ങനെ സുഖത്തോടെ കഴിയണം എന്നൊരു ലക്ഷ്യമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾ വരൂ. പരിക്കേൽപ്പിക്കാതെ, ഒരു ബുദ്ധിമുട്ടും തരാതെ നിങ്ങളെ വിട്ടേക്കാം. നിങ്ങൾക്ക് സ്വതന്ത്രമായി വേണ്ട ഇണകളെ നിങ്ങൾക്ക് സ്വീകരിക്കാം.
എന്നിട്ട് സന്തോഷത്തോടെ നിങ്ങൾക്ക് കഴിയാം. വഇൻ കുന്തുന്ന തുരിദിനല്ലാഹ വറസൂലഹു വദ്ദാറൽ ആഖിറ, അള്ളാഹുവിന്റെ തൃപ്തിയും അള്ളാഹുവിന്റെ റസൂലിന്റെ തൃപ്തിയും പരലോക ജീവിതവുമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫഇന്നല്ലാഹ അദ്ദ ലിൽ മുഹ്സിനാതി മിൻകുന്ന അജ്റൻ അദീമാ, നിങ്ങളിൽ നന്മ ചെയ്ത് ജീവിക്കുന്നവർക്ക് അല്ലാഹു വലിയ പ്രതിഫലം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. സ്വർഗലോകം അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ 2 ആയത്തുകൾ അങ്ങ് ഓതിക്കൊടുത്തു. എന്താണ് ആ ആയത്തുകളുടെ താല്പര്യം? ബുദ്ധിമുട്ടിക്കാനൊന്നുമില്ല. നിങ്ങൾക്ക് നല്ല സ്വതന്ത്രമായിട്ട് എൻ്റെ സന്തോഷത്തോടെ ജീവിക്കാം, ഞാൻ നിങ്ങളെ വിട്ടുതരാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇണകളെ സ്വീകരിച്ച് നല്ല സൗകര്യത്തിലും സംവിധാനത്തിലും കഴിയാം. അള്ളാഹുവിൻ്റെ തൃപ്തിയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ തൃപ്തിയും പരലോക ജീവിത സന്തോഷമൊക്കെയാണ് ഉദ്ദേശമെങ്കിൽ ഇപ്പോൾ പോകുന്ന ഈ ലെവലിൽ നന്മ ചെയ്തിട്ട് അങ്ങനെ മുന്നോട്ട് പോകാം. അത് അള്ളാഹു തആല തരും. തീരുമാനം പറഞ്ഞപ്പോൾ ഉടനെ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇനി മറ്റൊന്നും പറയാനില്ല. റളീതു ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യൻ വറസൂലാ. ഈ ജീവിതം തന്നെ മതി, ഇത് തന്നെ ധാരാളമാണ്. ആ ജീവിതം തന്നെ തെരഞ്ഞെടുത്തു. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക് വയസ്സ് 18 18 വയസ്സേ ആയിട്ടുള്ളൂ. മഹദി വീണ്ടും താമസിച്ചത് അതേ മുറിയിലാണ്. ജീവിതത്തിന്റെ അന്ത്യം വരെ അതേ ഒരു മുറിയിലാണ് താമസിച്ചത്. മറ്റൊരു റൂം വാങ്ങാനോ മറ്റൊരു വീട് വെക്കാനോ സ്ഥലങ്ങൾ വാങ്ങാനോ സാമ്പത്തികമായി കഴിവില്ലാഞ്ഞിട്ടാണ് എന്ന് ആരും ധരിക്കരുത്. ഒരൊറ്റ ദിവസം കിട്ടുന്ന പാരിതഹദിയകളുടെ ഒരു ഭാഗം ചെലവഴിച്ചാൽ മദീനയിൽ ഏക്കർ കണക്കിന് ഭൂമി വാങ്ങാം. പക്ഷേ വേണ്ട, 9 കൊല്ലം ഞാൻ താമസിച്ചത് ഇതേ സ്ഥലത്തല്ലയോ, ഈ സൗകര്യം മതി എനിക്ക് മരിക്കും വരെ. ആഖിറത്തിലുള്ള സൗകര്യം എനിക്ക് നഷ്ടപ്പെടരുത്. വേറെ ഒരു വീട് വെക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചോ? ഇല്ല. അവരുടെ അനുസരണത്തിന്റെ അങ്ങേയറ്റമാണൊന്ന് ചിന്തിച്ചു നോക്കൂ. സ്വഹാബിമാര് തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കുന്ന സമ്പത്ത് ധാരാളമാണ്. ഓരോ ആഴ്ചയിലും കിട്ടുന്ന സമ്പത്തിന്റെ ലാഭവിഹിതത്തിൽ നിന്ന് 1000 ദിർഹം, 1500 ദിർഹം, ചിലപ്പോ 2000 ദിർഹം ആ വീട്ടിന്റെ പടിക്കൽ കൊണ്ടുവന്നുകൊണ്ട് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഇക്കഴിഞ്ഞ ആഴ്ചയിലെ കച്ചവടത്തിന്റെ ലാഭവിഹിതമാണ്, ഇതെടുത്തോളൂ, നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് ഓരോ ആഴ്ചയിലും പോകാറുണ്ട്. വലിയ സമ്പന്നനാണല്ലോ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. പോരാത്തത് ബൈത്തുൽ മാലിൽ നിന്ന് നല്ലൊരു വിഹിതം ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾക്ക് ഓരോ മാസവും ലഭിക്കുന്നുണ്ട്. അതൊക്കെ കൂട്ടി നോക്കിയാൽ ഇഷ്ടം പോലെ ഭൂസ്വത്ത് വാങ്ങാം, വലിയ അർത്ഥത്തിൽ തന്നെ ജീവിക്കാം. പക്ഷെ അവർ ചിന്തിച്ചത് ഈ വീട്ടിലാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോടൊപ്പം താമസിച്ചത്, ഇത് തന്നെ അവസാനം വരെ മതി. കിട്ടുന്നത് സമൂഹത്തെ സേവിക്കാൻ വേണ്ടി സംഭാവന നൽകാം.